ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 10:6-7 വായിച്ചാട്ടെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, കൂത്താടുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. അതായത് ഈ കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി തീർന്നിരിക്കുന്നു. അവരെ പോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അവരിൽ ചിലരെ പോലെ നിങ്ങൾ ബിംബാരാധികളാകരുത് എന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത്. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കൂത്താടുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ബിംബാരാധികൾ എന്ന വാക്ക് തെറ്റാണ്. അത് വിഗ്രഹാരാധികൾ എന്നാണ് ശരിക്കും അതിനകത്ത് വേണ്ടത്. ഇത് ഈ മലയാളത്തിൽ ഇതെല്ലാം തർജ്ജമ ചെയ്ത് വന്നിട്ട് സത്യത്തിൽ പറയുന്നത് മലയാളി ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവനാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഈ മലയാളത്തിലെ തർജ്ജമയ്ക്കകത്തെല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും എഴുതിയിട്ടേക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്നതിന് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികർ ആകരുത് എന്ന് ആണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. വിഗ്രഹാരാധികർ ആകരുത്. ഈ ജനം എങ്ങനെ വിഗ്രഹാരാധി ആയി എന്ന് ചോദിച്ചാൽ അതിന് മുമ്പിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. ദുർമോഹം മൂലം എന്നാണ് എഴുതിയേക്കുന്നത്. മോഹിച്ചതുപോലെ ദുർമോഹികളായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പം വിഗ്രഹാരാധന ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധനയ്ക്ക് പറയുന്ന മറ്റൊരു വാക്ക് ദുർമോഹം മൂലം ഉണ്ടായ ഒരു സംഭവമാണ്. വിശ്വാസിയുടെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദുർമോഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളതിനെ മോഹിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആവശ്യമില്ലാത്തതിനെ മോഹിക്കുന്നതിനെ ദുർമോഹം എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു വീടുണ്ട്, അയൽവാസിയുടെ വീടും കൂടി ഇങ്ങോട്ട് മേടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നതാണ് ദുർമോഹം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് മേടിച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുക്കാം, അയൽവാസി ഇപ്പം ലോണിൽ കുടുങ്ങി നിൽക്കുക, എങ്ങനെയെങ്കിലും അത് ചുളുവലക്കിഞ്ഞ് മേടിച്ചേക്കാം എന്നുള്ളത് അതൊരു ദുർമോഹം. പിന്നെ ഞാൻ ഈ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടു. ഒരു ഭാര്യയും ഭർത്താവും കൂടെ, മക്കളില്ലാത്തവരാ. ഭാര്യയ്ക്ക് 65 വയസ്സെങ്ങാണ്ട്, ഭർത്താവിന് 67-68 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു വീട് വെക്കുന്നതിനെക്കുറിച്ച് ആർക്കിടെക്റ്റിനോട് ചോദിച്ചു. അപ്പം പൈസ ഉണ്ട് ഇഷ്ടം പോലെ, വിദേശത്തൊക്കെ ജോലി ചെയ്ത് ധാരാളം പൈസ ഉള്ളവരാ. അവരന്നേരം പറഞ്ഞു ഇവർ രണ്ടുപേരേ ഉള്ളൂ, മക്കളുമില്ല. അന്നേരം കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആർക്കിടെക്റ്റ് ചോദിച്ചു, ഒരു 2 ബെഡ്റൂം പോരാ, ഇവർക്ക് 4 ബെഡ്റൂം വേണം. അന്നേരം ചോദിച്ചു എന്തിനാ ഈ 4 ബെഡ്റൂം? അന്നേരം പറഞ്ഞു ഇത് മാറി മാറി കിടക്കാൻ വേണ്ടിയാണ് 4 ബെഡ്റൂം എന്ന്. ഈ സാധാരണ ഒരു ബെഡ്റൂം ഉള്ളവർക്കറിയാം ഒരിക്കലും മാറി മാറി കിടക്കുകയല്ല. ഇത് മാറി മാറി കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ശരിക്കും ദുർമോഹമാണ്. ദുർമോഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം കിടക്കാൻ ഒരു സ്ഥലം വേണമെന്നുള്ളത് ആഗ്രഹിക്കാം, അതിന് മോഹം എന്ന് പറയുന്നു. അതിലധികം ഉള്ളത് ദുർമോഹം. ഈ ശുശ്രൂഷകന്മാർ ദുർമോഹക്കാരുണ്ടോ, അവർക്ക് ദുർമോഹം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. ദുർമോഹവും ദുർഗുണവും തമ്മിൽ പരസ്പരമായ ഒരു ബന്ധമുണ്ട്. ഈ ദുർഗുണം അല്ലെങ്കിൽ ദുർമോഹത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് സങ്കീർത്തനം 51:5 വായിച്ചാട്ടെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് എഴുതിയിരിക്കുക. ഈ അകൃത്യം എന്നതിന് തമിഴിൽ എഴുതിയേക്കുന്നത് ദുർഗുണം എന്നാണ്. ദുർഗുണം. ഇംഗ്ലീഷ് ബൈബിളിൽ ഇതിൻ്റെ വാക്ക് ഇനീക്വൈറ്റി എന്നാണ്. ഇനീക്വൈറ്റി അതിൻ്റെ അർത്ഥം തിന്മ, ദുഷ്ടത, അന്യായം, അനീതി എന്നൊക്കെയാണ്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നു അന്യായത്തിൽ എൻ്റെ അമ്മ, അനീതിയിൽ എൻ്റെ അമ്മ, തിന്മയിൽ എൻ്റെ അമ്മ, ദുഷ്ടതയിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഏത് മതക്കാരും വായിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന പൗരസ്ത്യമാണെങ്കിലും എന്ന് പറഞ്ഞാൽ പൗരോഹിത മതങ്ങളാണേലും അല്ലാത്ത സംവിധാനങ്ങളാണെങ്കിലും എല്ലാവരും വായിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനം. ഈ സങ്കീർത്തനം പ്രധാനമായി വായിക്കുന്നത് മിക്കവാറും ഉള്ള ബൈബിളുള്ള സഭകളിലെല്ലാം വായിക്കുന്നതാണ് സങ്കീർത്തനം. പക്ഷേ ഇത് പ്രധാനമായിട്ട് എഴുതിയത് ദാവീദാണ്. ഈ ദാവീദ് തന്നെ അകൃത്യത്തിലാണ് ഉണ്ടായതെങ്കിൽ പിന്നീടുള്ളവൻ്റെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദാവീദ് തന്നെ അകൃത്യത്തിലാണ് ഉണ്ടായതെങ്കിൽ ഇത് വായിക്കുന്നവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, സങ്കീർത്തനം 51:6. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദാവീദിൻ്റെ ഉള്ളിൽ സത്യം ഉണ്ടായിരുന്നത് കൊണ്ട് അയാളുള്ള കാര്യം പറഞ്ഞു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായ മനുഷ്യനാണ് എന്ന് ദാവീദ് പറഞ്ഞു. ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഇന്നത്തെ ശുശ്രൂഷകരോട് വല്ലവരും ചോദിച്ചാൽ അവർ വല്ലതും പറയും, അയ്യോ ഞാൻ ഭയങ്കര പരിശുദ്ധാത്മാവിന് പറയെ പല കാര്യങ്ങളും അഡ്വൈസ് കൊടുക്കുന്നത് ഞാനാണെന്നുള്ള ഭാവത്തിലാണ് പലരും നടക്കുന്നത്. എനിക്ക് ഇതങ്ങോട്ട് അങ്ങേയറ്റം അറിയാം എന്നുള്ള രീതിയിലാണ് ആളുകൾ നടക്കുന്നത്. ഇനി ദാവീദ് തന്നെ ഇങ്ങനെയാണെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കൃത്യതയിലുണ്ടാകാത്തവൻ പറയുന്നതും ചെയ്യുന്നതും അകൃത്യമാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയാം, വിട്ടങ്ങ് പറയുന്നില്ല. നമ്മളൊക്കെയും കൃത്യമായിട്ട് ഇന്ന ആളായിട്ട് ഇന്ന സമയത്ത് ഇന്ന പോലെ ജനിക്കണം എന്ന് പറഞ്ഞുണ്ടായവരൊന്നുമല്ല. അപ്പൻ്റെയും അമ്മയുടെയും സാഹചര്യത്തിൽ ഇടയ്ക്ക് എപ്പോഴോ ഉണ്ടായിപ്പോയവരാണ് നമ്മളെല്ലാം. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തു കൃത്യമായ പദ്ധതിയിലുണ്ടായ ആളാണ്. അതായത് ഞാൻ അകൃത്യത്തിലാണ് ജനിച്ചത്, കൃത്യതയില്ലാതെയാണ് ജനിച്ചത്, എൻ്റെ അമ്മ തിന്മയിൽ, ദുഷ്ടതയിൽ, അന്യായത്തിൽ, അനീതിയിലൊക്കെയാണ് എന്നെ ഗർഭം ധരിച്ചത് എന്ന് ഒരുവൻ ഏറ്റുപറയുമ്പോൾ ദൈവം അവനോട് ക്ഷമിക്കും. ഒരു പരിധിവരെ ഇതാണ് മാനസാന്തരം. ഞാൻ അറിയാതെ തന്നെ ഞാൻ ചില തെറ്റുകളിലൂടെയാണ് നടക്കുന്നതെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ എൻ്റെ അന്തരംഗം സത്യമായി മാറും. ഈ അന്തരംഗം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും അത് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ അന്തരംഗം എന്നാണ്. അന്തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാടകത്തിലെ രംഗം പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഒരു സാഹചര്യം. പക്ഷേ ഇതങ്ങനെയല്ല, അന്തരംഗമാണ്. അന്തരംഗത്തിലെ സത്യമാണ് എന്നാണ് നമ്മളിത് പിരിച്ചെഴുതുമ്പം മനസ്സിലാകേണ്ടത്. അതായത് എൻ്റെ അകത്തുള്ള അംഗം സത്യമായി മുന്നോട്ട് പോകുന്നവനായിരിക്കണം എന്നുള്ളതാണ് നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇത് ദാവീദിൻ്റെ പ്രശ്നം ഇത്രയാണെങ്കിൽ നമ്മുടെയൊക്കെ അന്തരംഗം എന്ന് പറഞ്ഞാൽ അകത്തുള്ള മനുഷ്യൻ എത്ര ഇതായിരിക്കും. ഈ അന്തർ എന്ന് പറയുന്ന വാക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി നമ്മൾ പഠിച്ചു പോയി കഴിയുമ്പം അതെല്ലാം സംസ്കൃതമാണ്. ആ വാക്കിൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ, അന്തർ എന്ന് പറഞ്ഞാൽ അകം എന്ന് പറഞ്ഞാൽ വ്യക്തി, അകത്തിരിക്കുന്നവൻ്റെ പേര് ഇന്നർ പേഴ്സൺ. അംഗം എന്ന് പറഞ്ഞാൽ വ്യക്തി, അകത്തിരിക്കുന്നവൻ ഇന്നർ പേഴ്സൺ, അന്തരംഗം. അധികം രംഗമല്ല, അധികം അംഗം എന്ന് പറഞ്ഞാൽ അകത്തെ ആളിന് സത്യം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, അകത്തെ ആൾ മോഹിക്കുകയും ആ മോഹം വചനം പറയുന്ന വിഗ്രഹാരാധനയായി മാറുകയും ചെയ്യും. ദുർമോഹത്തിനെയാണ് ബൈബിളിൻ്റെ അവസ്ഥയിൽ വിശ്വാസിയുടെ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. വിശ്വാസി അല്ലാതെ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ രൂപങ്ങൾ വെച്ച് അതിൻ്റെ മുമ്പിലൊന്നും പോയി നിൽക്കാറില്ല. പക്ഷേ വിശ്വാസികളും ശുശ്രൂഷകരും നല്ലൊരു ശതമാനവും ഒരിക്കലും അകത്തിരിക്കുന്ന കാര്യം അവർ വെളിയിൽ പറയല. അകത്തിരിക്കുന്ന കാര്യം വെളിയിൽ പറയാതെ വേറൊരു കാര്യമായിരിക്കും അവർ പറയുന്നത്. അവരൊരിടത്ത് ചെല്ലുന്നത് എന്തിനാണ്, അവരൊരിടത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, അവരൊരിടത്ത് പ്രവർത്തിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ഒന്നും പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ അവർ പറയില്ല. യഥാർത്ഥ ലക്ഷ്യങ്ങൾ പറയാതെ അവർ വേറൊരു കാര്യമായിരിക്കും കൃത്യമായിട്ട് പറയുന്നത്. വേറൊരു കാര്യം, ആ കാര്യം നമുക്ക് കേൾക്കുന്നവർക്കൊട്ട് മനസ്സിലാകില്ല. ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ കൂടെ നടക്കുന്ന ആളുകളോട് ഇവർ പ്രത്യക്ഷമായിട്ട് പറയുന്ന കാര്യം കൂടെ നടക്കുന്നവരങ്ങ് ഏറ്റെടുക്കും. കൂടെ നടക്കുന്നവർ അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള പദ്ധതികൾ നടപ്പാകാതെ വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇവരുടെ അന്തരംഗം പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാകാതെ വരുമ്പോൾ അവർ ഈ വ്യക്തികളുമായിട്ട് ഇടയാൻ തുടങ്ങും. കാരണം അവരുടെ ഉള്ളിൽ ചില വ്യക്തിപരമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ഈ അന്തരംഗം എന്ന് പറയുന്നതിന് രണ്ട് കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഒന്ന്, അവരുടെ അകത്ത് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഇതുമുണ്ട്, ഒരു ആത്മാവുമുണ്ട്. മറ്റൊന്ന് ദുരാത്മാവിൻ്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമുണ്ട്, ദുരാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഈ പലതും പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പല ശുശ്രൂഷകരും മദ്യപിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പൊതുജനത്തിൻ്റെ മുമ്പിലൊന്നും അവർ ചെയ്യുമൊന്നുമില്ല. അവർക്ക് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരത് ചെയ്യുന്നത്.
പക്ഷേ അവരെന്നിട്ട് ഇപ്പുറത്ത് വന്ന് ഇത് പറയുകയും ചെയ്യും. അതുപോലെ ആഭരണം കേരളത്തിന് വെളിയിലൊക്കെ പോകുമ്പോൾ ധരിക്കുന്നവർ പലരുമുണ്ട്. ഈ അടുത്ത കാലത്ത് US നിന്നൊരു അച്ചായൻ വിളിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിലെ അറിയപ്പെടുന്ന ശുശ്രൂഷകർ പലരും വന്ന് മദ്യപിച്ച് ഛർദ്ദിച്ച് കിടക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് അവിടെ ബാർ ഹോട്ടലുകളൊക്കെ ഉള്ള ആളാണ്. വീഡിയോ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അയച്ചേക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കേരളത്തിലെ അറിയപ്പെടുന്ന പല വ്യക്തികളും വിദേശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം അതങ്ങനെയാകും. എന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ഇത് പിടിച്ചു നിൽക്കാൻ മേലാതെ വരുമ്പം ഇവരെന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ മണമില്ലാത്ത ഐറ്റങ്ങളൊക്കെ മേടിച്ച് വെച്ച് വീട്ടിൽ വെച്ച് കഴിക്കുകയും ചെയ്യും. ജനത്തിനോട് പറയും, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല, നീ വേണേൽ ബാർ ഹോട്ടലിൻ്റെ പാർട്ണർ ആയിക്കോ, ബാർ ഹോട്ടൽ വേണേൽ തുടങ്ങിക്കോ എന്നൊക്കെ പറയും. അതൊക്കെ ബിസിനസ് അല്ലേ, അതൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കുകയും ചെയ്യും. പക്ഷേ അന്തരംഗത്തിൽ സത്യമില്ലാത്തത് കൊണ്ട് ഇവൻ ഈ ദുർമോഹം മൂലം അതികഠിനമായ വിഗ്രഹാരാധനയിലേക്ക് പോവുകയും ദൈവം അവൻ്റെ തലമുറകളോട് വരെ ഇടപെടുകയും അവസാനം അത് വലിയ നാശത്തിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് അകത്തെ അംഗത്തിന് സത്യമുണ്ടായിരിക്കണം, അതിനനുസരിച്ച് വേണം വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്ന വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, അകത്തെ മനുഷ്യന് സത്യമുണ്ടാകുവാൻ, സത്യത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുവാൻ, അകത്തെ മനുഷ്യൻ്റെ പദ്ധതികൾ മാത്രം പുറത്തു പറയുവാനും ഒക്കെ കർത്താവ് സഹായിക്കണമേ. നിർമ്മലമായൊരവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് സഹായം അനുഗ്രഹവും പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം എന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.